ചെമ്പനീർ പൂവ് കഥ വമ്പൻ വഴിത്തിരിവിലേക്ക്. അതേ പ്രേക്ഷകരെ, നമ്മുടെ രേവതിയുടെ അനിയൻ രേവതിയെ കാണാൻ വേണ്ടി സച്ചിയുടെ വീട്ടിലേക്ക് വരുന്നൊരു രംഗം അത് നമ്മൾ ഇന്നത്തെ എപ്പിസോഡിൽ കണ്ടു കാണും. അതിനുശേഷം ഇവൻ കള്ളനാണെന്നും പറഞ്ഞ് നമ്മുടെ ശ്രുതിയും ചന്ദ്രമതിയും ശ്രുതിയൊക്കെ ചേർന്ന് ഇവനെ പരിശോധിക്കുകയും ബാഗിലുള്ള ബുക്കും എല്ലാം കുടഞ്ഞിട്ട് പരിശോധിക്കുകയും ചെയ്യുന്ന രംഗങ്ങളൊക്കെ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. അതിനുശേഷം നമ്മുടെ രേവതിയുടെ അനിയനെ ആ ഷർട്ടിന് കുത്തിപ്പിടിച്ച് ശ്രുതി ഇങ്ങനെ വീടിന് പുറത്തേക്ക് തള്ളിയിടുമ്പോൾ നമ്മുടെ സച്ചിയുടെ അടുത്തേക്കായിരിക്കും വന്ന് വീഴുന്നത്. അപ്പം തന്നെ നമ്മുടെ സച്ചി എന്താ പറയുക വന്ന് ചോദിക്കുന്നുണ്ട്, മാപ്പ് ചോദിക്കാൻ വന്നവനെ നിങ്ങൾ ഇങ്ങനെ തന്നെ ചെയ്യണം, ഇതാണോ നിങ്ങളുടെ വിവരം, ഇതാണോ നിങ്ങളുടെ വിദ്യാഭ്യാസം, അങ്ങനെയെങ്കിൽ 50 ലക്ഷം രൂപ മോഷ്ടിച്ച നിന്നെ ഞാൻ എന്ത് ചെയ്യണോടാന്നൊക്കെ പറഞ്ഞ് നമ്മുടെ സച്ചി നമ്മുടെ ശ്രുതിയോട് ചൂടാകുന്നൊരു രംഗമാണ് നമുക്ക് പ്രൊമോയിൽ ആദ്യം തന്നെ കാണുവാൻ സാധിക്കുന്നത്. ശേഷം നമ്മുടെ ശ്രീകാന്തിനെ ഒരു കൂട്ടം ഗുണ്ടകൾ വന്ന് ആക്രമിക്കുന്നൊരു രംഗം. അതേ പ്രേക്ഷകർ, ഇതിന് പിന്നിൽ നമ്മുടെ വർഷയുടെ അച്ഛനും അമ്മയും തന്നെയാകാനാണ് സാധ്യത കൂടുതൽ എന്നല്ല, അവർ തന്നെയാണ്. അപ്പം നമ്മുടെ ശ്രീകാന്തിനെ ഇവരിങ്ങനെ ഭയങ്കരമായിട്ട് വഴിയിലിട്ട് ഇങ്ങനെ അടിച്ച് പഞ്ചറാക്കുക. അപ്പോഴാണ് സെയിം സമയത്ത് നമ്മുടെ സച്ചി അവിടെ കൂടി കടന്നു പോവുകയും സച്ചി നമ്മുടെ ശ്രീകാന്തിനെ രക്ഷിക്കുകയും ചെയ്യുന്നൊരു രംഗങ്ങളൊക്കെ തന്നെയാണ് നമുക്ക് ഇന്നത്തെ പ്രൊമോയിൽ കാണുവാൻ സാധിക്കുന്നത്. എന്തായാലും സച്ചി അവിടെ കൂടി വന്നത് നന്നായല്ലേ പ്രേക്ഷകർ, അല്ലെങ്കിൽ ശ്രീകാന്തിനെ അവരൊരു പരുവമാക്കിയാനേ. എന്നാലും നമുക്ക് കാത്തിരിക്കാം ഇനി എങ്ങനെയൊക്കെയായി തീരും നമ്മുടെ കഥ. നമ്മുടെ വർഷ ശ്രീകാന്ത് ആ ഒരു ബന്ധത്തിന് നമ്മുടെ സച്ചി കൂട്ടി നിൽക്കുമോ, അല്ലെങ്കിൽ ഇവരുടെ ആ ഒരു വർഷയുടെ ആ ഒരു കുടുംബത്തെ പറ്റി അറിയുമ്പോൾ നമ്മുടെ സച്ചി തന്നെ നമ്മുടെ ശ്രീകാന്തിനെ അതിൽ നിന്നും ആ ഒരു ബന്ധത്തിൽ നിന്നും വലിച്ചു മാറ്റുമോ എന്നൊക്കെ നമുക്ക് കണ്ടു തന്നെ അറിയാം. അപ്പോൾ ഇതുപോലുള്ള പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ.